ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്ത്രീകളുടെ ഹജ്ജ്. നമ്മൾ നേരത്തെ ഹജ്ജിന്റെ നിബന്ധനകൾ പറഞ്ഞു, അതിന്റെ പുണ്യങ്ങൾ പറഞ്ഞു, ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിന്റെ ശിക്ഷകൾ സൂചിപ്പിച്ചു. ഇനി സ്ത്രീകളുടെ ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, സ്ത്രീകൾക്ക് ഹജ്ജ് കഴിവുണ്ടായാലും പോരാ, കൂടെ പോകാൻ ആള് വേണം. ഒന്നിരിക്കൽ ഭർത്താവ് കൂടെ പോകണം, അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളമാരോ മറ്റോ ഒക്കെ കൂടെ പോകണം, പിതാവൊക്കെ പോകണം. അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമാവണമെങ്കിൽ 3 സ്ത്രീകളെങ്കിലും അവരുടെ കൂടെ ഉണ്ടെങ്കിലേ നിർബന്ധമാവൂ. നിർബന്ധമായ ഹജ്ജിനും ഉംറക്കും 1 സ്ത്രീ ഉണ്ടെങ്കിലും പോകാവുന്നതാണ്. എങ്കിലും അവർക്ക് നിർബന്ധമാവൽ 3 സ്ത്രീകളോ ഭർത്താവോ മഹറമുകളോ കൂടെയുണ്ടെങ്കിലേ നിർബന്ധമാകൂ. ഇനി 3 സ്ത്രീകളില്ല 1 സ്ത്രീ ആണ് ഉള്ളത് എങ്കിലും പോകാവുന്നതാണ്, നിർബന്ധമായ ഹജ്ജാണെങ്കിൽ. ഉംറക്കും കഴിവുള്ളവർ ഉംറക്കും പോകണം. ഹജ്ജിന് ഒരാൾക്ക് കഴിവില്ല, ഉംറക്കുള്ള പൈസ കയ്യിലുണ്ടെങ്കിലോ? ഹജ്ജിന് ഒരാൾക്ക് കഴിവില്ല, ഉംറക്കുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ അവൻ ഉംറ ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജ് ഒന്ന് വേറെ, ഉംറ ഒന്ന് വേറെ. ഉംറക്ക് കഴിവുള്ളവർ ഉംറ ചെയ്യലും നിർബന്ധമാണ് എന്നും മനസ്സിലാക്കണം. സ്ത്രീകളെ പറ്റി തന്നെ പറയാം. ഇനി സ്ത്രീകൾ 2ാമത് 3ാമതൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നത് കാണാം. അപ്പൊ ഹജ്ജിനും ഉംറക്കും പോകുന്ന സ്ത്രീകൾ നിർബന്ധമാവൽ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, മഹറമോ ഭർത്താവോ 3 സ്ത്രീകളോ ഉണ്ടെങ്കിൽ, വിശ്വസ്തരായ 3 സ്ത്രീകൾ. 1 സ്ത്രീ ഉണ്ടെങ്കിലും 1ാമത്തെ ഉംറക്കോ ഹജ്ജിനോ പോകാവുന്നതാണ്. ഇനി സുന്നത്തായ ഉംറക്കോ ഹജ്ജിനോ പോവുകയാണ് എന്ന് പറഞ്ഞാല് ആവർത്തന ഹജ്ജാണ്, ആവർത്തന ഉംറയാണ്. അവിടെ പ്രബലമായ വീക്ഷണമനുസരിച്ച് സ്വന്തം മഹറം വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. അല്ലാതെ കുറെ സ്ത്രീകളെ മാത്രം, മഹറമോ ഭർത്താവോ ഇല്ല, ധാരാളം ഒരു ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 2ാമത്തെ ഹജ്ജിനും ഉംറക്കും പോവുകയാണെങ്കിൽ മഹറമോ ഭർത്താവോ നിർബന്ധമാണ്, അല്ലാതെ പോവാൻ പാടില്ല. സ്ത്രീകളെ കൂട്ടത്തിൽ പോലും പോകാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. മഹറമിന്റെ കൂടെ പോയിക്കോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ പോയിക്കോ. കുറെ സ്ത്രീകളുണ്ട്, അവരെ കൂടത്തിൽ പോകുന്നത് പ്രബല വീക്ഷണമനുസരിച്ച് പാടില്ല. പ്രബല വീക്ഷണമനുസരിച്ച് ഒഴിവാക്കേണ്ടതാണ്, പാടില്ല. സുന്നത്തായ ഏത് യാത്രക്കും അങ്ങനെ തന്നെയാണ് നിയമം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ചില പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പ്രബല വീക്ഷണം അനുസരിച്ച് ഏതായാലും പാടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ത്രീകൾ ഹജ്ജിനും ഉംറക്കൊക്കെ, ആവർത്തന ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ മഹറം കൂടെ ഉണ്ടാകുക, ഭർത്താവ് കൂടെ ഉണ്ടാകുക. സുന്നത്തായ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാതെ കുറെ സ്ത്രീകളെ കൂട്ടത്തില് 1 സ്ത്രീ മഹറമും ഭർത്താവും ഇല്ലാതെ പോകുന്ന പരിപാടി ഒഴിവാക്കേണ്ടതാണ്, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, ഹറാമാണെന്നാണ് പ്രബല വീക്ഷണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.